ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നവർക്കുള്ള ട്രിക്കാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ആ വീഡിയോസ് ഒക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഷോർട്ട് വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ യൂട്യൂബേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വ്യൂസ് ഇല്ലാത്തതും സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യാത്തതും. നമ്മുടെ ലോങ് വീഡിയോസിന് വ്യൂസ് കിട്ടാത്തത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളത് കൊണ്ടാണെന്ന് കരുതാം. എന്നാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിന് വ്യൂസ് കയറാത്തതിന് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസിന് വ്യൂസ് കയറാത്തത്. നമുക്ക് ഷോർട്ട് വീഡിയോസ് ഇട്ട് എത്രത്തോളം നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒരു 10% ആൾക്കാർക്ക് ഷോർട്ട് വീഡിയോസിലൂടെ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്താൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ലോങ് വീഡിയോസിനും പതുക്കെ പതുക്കെ നമുക്ക് വ്യൂസ് ഇൻക്രീസ് ചെയ്യും. ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. ഞാൻ കണ്ടിന്യൂസ് ഷോർട്ട് വീഡിയോസ് ഇടുന്നതിലൂടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഇൻക്രീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. 100% വർക്ക് ആവുമെന്ന് ഷുവർ ഉള്ള കാര്യം മാത്രമേ ഞാൻ എന്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളൂ. ഷോർട്ട് വീഡിയോസിന് എങ്ങനെ വ്യൂസ് ഇൻക്രീസ് ചെയ്യാന്നുള്ള 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഷോർട്ട് വീഡിയോസ് നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് മുതൽ അൺലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ കൂടുതലും ഫണ്ണി ടൈപ്പ് ഷോർട്ട് വീഡിയോസ് ആണ് എന്റെ ചാനലിൽ ഫോക്കസ് ചെയ്യുന്നത്. അത്തരം ഫണ്ണി ഡയലോഗ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഐ ബട്ടണിലും എൻ സ്ക്രീനിലും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഷോർട്ട് വീഡിയോസ് നമുക്ക് അൺലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ പബ്ലിക് ആക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ചെയ്യേണ്ടതെന്നാണ്. അപ്പം ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്കുള്ള ഒരു കിഡിലൻ ട്രിക്ക് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ പുതിയ യൂട്യൂബേഴ്സിന് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നവർക്കുള്ള ട്രിക്കാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് യൂട്യൂബിന്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഷോർട്ട് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്യാലറിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. അതിനുശേഷം ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ പറയുക. അതിനുശേഷം ആഡ് സൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസ് സേവ്ഡ് എന്ന് പറയുന്ന 2 സെക്ഷൻ കാണാൻ പറ്റും. ഈ ബ്രൗസിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓഡിയോസ് ബ്രൗസ് ചെയ്തെടുക്കാം. സേവിലൂടെ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതും നമുക്ക് കിട്ടും. നമ്മൾ ഓൺ വോയിസ് വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്കമെൻഡഡ് ഓഡിയോസ് കണ്ടോ, ഈ റെക്കമെൻഡ് ഓഡിയോസിൽ ഈ സീ മോർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓഡിയോസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതിനകത്ത് നിന്ന് ഒരുപാട് പേര് ഷോർട്ട്സ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ചൂസ് ചെയ്യുക. അതിനകത്ത് എന്താ 209K ഷോർട്ട്സ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. യുവർ ഓഡിയോ ഹൈ ആക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഓഡിയോയുടെ സൗണ്ട് ഏറ്റവും മിനിമം ആക്കി വെക്കണം. അതിനുശേഷം ആഡ് ചെയ്യാനുള്ള ഫിൽറ്ററൊക്കെ ആഡ് ചെയ്ത് നെക്സ്റ്റ് പറഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അൺലിസ്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആദ്യം ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഓഡിയോ ആണിത്. അപ്പം ഹൈ റെക്കമെൻഡേഷനിലേക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ പോകും. അപ്പം നമ്മുടെ ഓൺ വോയിസ് ഓഡിയോ ആണ് നമ്മൾ ഇടുന്നത്. എന്നാൽ നമ്മൾ ആഡ് ചെയ്ത ഓഡിയോയുടെ സൗണ്ട് മിനിമൈസ് ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഓഡിയോയ്ക്ക് ഹൈപ്പ് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഷോർട്ട് വീഡിയോയും അത്യാവശ്യം നല്ല രീതിയിൽ റെക്കമെൻഡേഷനിൽ പോവുകയും ചെയ്യും. നമുക്ക് നല്ല വ്യൂസ് കിട്ടുകയും ചെയ്യും. ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഈ ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഞാൻ ഒരുപാട് വലിയ യൂട്യൂബേഴ്സിന്റെ ചാനലുകളിൽ ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോ അൺലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അൺലിസ്റ്റ് ആക്കി വെച്ച വീഡിയോയിൽ ബാക്കി സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം YT സ്റ്റുഡിയോയിലേക്ക് പോവുക. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. അതിൽ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ
വീഡിയോസ് അൺലിസ്റ്റ് ആക്കി വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സ്പോട്ടിൽ തന്നെ നമ്മൾ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിന്റെ അൽഗുരിതത്തിന് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിന്റെ അൽഗുരിതം നിങ്ങളുടെ വീഡിയോ ഏത് കാറ്റഗറിയിലുള്ളതാണ് മനസ്സിലാക്കിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള വ്യൂവേഴ്സിലേക്ക് യൂട്യൂബ് വീഡിയോസ് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ആദ്യത്തെ ഒരു 1 hour കിട്ടുന്ന ഹൈപ്പിനനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ വീഡിയോ എത്രത്തോളം റീച്ച് കിട്ടണം എന്നുള്ളത്. അപ്പം നമ്മുടെ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഹൈപ്പ് കിട്ടി നല്ല വ്യൂസ് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് സെറ്റിംഗ്സ് ചെയ്ത് വെക്കണം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കാണാത്തവര് ഒന്ന് കയറി കണ്ടു നോക്കുക. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഏത് കാറ്റഗറിയിലുള്ള ഓഡിയോ ആണെന്ന് യൂട്യൂബിൽ അൽഗുരിതം മനസ്സിലാക്കി അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ആദ്യം അൺലിസ്റ്റ് ചെയ്തിടുന്നത്. അൺലിസ്റ്റ് ചെയ്ത് അതിനുശേഷം കറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട സെറ്റിംഗ്സുകളൊക്കെ പ്രോപ്പറായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് പുതിയൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു 1K എങ്കിലും നമുക്ക് വ്യൂസ് കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അൺലിസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ തമ്പനയിലും ടൈറ്റിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ടൈറ്റിലിൽ 2 ഹാഷ്ടാഗ് കൊടുക്കാം. യൂട്യൂബ് ഷോർട്സ് എന്നും ഈ ഹാഷ്ടാഗ് കൂടെ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷനിൽ ചാനലിന്റെ പേര്, നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ, പിന്നെ ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് ജസ്റ്റ് ഫണ്ണി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാഷ്ടാഗ്സ്. അത് കഴിഞ്ഞ് വിസിബിലിറ്റി അൺലിസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടേക്കാണ്. പിന്നെ ഓഡിയൻസ് മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിൽ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക. ദെൻ റിലേറ്റഡ് വീഡിയോസ്. ഈ റിലേറ്റഡ് വീഡിയോസിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണാൻ വരുന്ന വ്യൂവേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റിൽ കണ്ടിട്ടാണ് ശരിക്കും റിലേറ്റഡ് വീഡിയോസ് ക്ലിക്ക് ആവുന്നത്. അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. മറ്റേത് കാണുന്ന കൂട്ടത്തിൽ ഇവർ ഈ ക്യാപ്ഷൻ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പം നമുക്ക് വ്യൂസ് കിട്ടും. പിന്നെ ലൊക്കേഷൻ അത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ വീഡിയോ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് മോർ ഓപ്ഷൻസിൽ ടാഗ്സ് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ് കൊടുക്കാം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ മലയാളം മൂവി, ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള സെന്റൻസുകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ ഇംഗ്ലീഷ് തന്നെ വേണമെന്നില്ല, മലയാളം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്തത് ഷോർട്ട് റീമിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അതിപ്പം നിങ്ങൾക്ക് അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലോ ചെയ്യാം, അല്ല ഓഡിയോ മാത്രം അലോ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാറ്റഗറി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കാറ്റഗറി. സെലക്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് കുറേ കാറ്റഗറീസ് തന്നിട്ടുണ്ട്. ഈ കാറ്റഗറിയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി കിടക്കുന്ന പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറയുന്ന കാറ്റഗറി തന്നെ മതിയാവും. കമന്റ് സെക്ഷൻ ഓൺ ആക്കിയിടുക. കമന്റ് സെക്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വ്യൂസ് കുറച്ചുകൂടെ നന്നായിട്ട് കയറും. നമ്മുടെ ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ് കമന്റ്സ് ഓൺ ആക്കിയിട്ടാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം കമന്റ്സ് ഓൺ ആക്കിയിടുന്നത് തന്നെയാണ് നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ കയറി പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ, അതും ടിക്ക് ചെയ്തിടുന്നത് തന്നെയാണ് നല്ലത്. ഈ ലാസ്റ്റിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അലോ എംബഡിങ്. ഈ അലോ എംബഡിങ് ഓഫ് ആക്കിയിടുക. അലോ എംബഡിങ് ഓഫ് ആക്കി ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂസ് കൂടത്തുള്ളൂ. നമ്മൾ പുതിയ യൂട്യൂബേഴ്സ്, നമുക്കറിയാവുന്ന ഒരുപാട് പേർക്ക് നമ്മൾ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. വാട്സപ്പ് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പം വാട്സപ്പിൽ തന്നെ ഈ വീഡിയോ ഓപ്പൺ ആക്കാൻ പറ്റും. അല്ല നമ്മൾ ഈ അലോ എംബഡിങ് ഒക്കെ ഓഫ് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഡയറക്റ്റ് യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും വരുന്നത്. യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഓൺ ആവും. അതിനുശേഷം മാത്രമേ വീഡിയോ ഓപ്പൺ ആവത്തുള്ളൂ. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ വീഡിയോസ് കാണാനുള്ള പെർമിഷൻ ആണ് ഈ അലോ എംബഡിങ് അലോ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പം മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കൂടെ നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബില് നമ്മുടെ ചാനലിൽ വ്യൂസ് കാണിക്കത്തില്ല, വ്യൂസ് കയറത്തില്ല. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഉറപ്പായിട്ട് ഈ അലോ എംബഡിങ് ഓഫ് ആക്കിയിടണം. ഉറപ്പായിട്ടും അലോ എംബഡിങ് ഓഫ് ആക്കിയിടുക. അതിനുശേഷം നമ്മുടെ വിസിബിലിറ്റി പബ്ലിക് ആക്കിയിട്ട് സേവ് ചെയ്യുക. അപ്പൊ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് നമ്മളൊരു ഷോർട്ട് വീഡിയോ കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് ഒക്കെ നല്ല രീതിയിൽ കയറത്തുള്ളൂ.
വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.